കൊക്കോ ഉൽപാദനം കുറഞ്ഞതോടെ കർഷകർ ദുരിതത്തിലായി. ന്യായവില ലഭിക്കുന്നുണ്ടെങ്കിലും കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് ഉൽപാദനം നാലിലൊന്നായി കുറഞ്ഞു കഴിഞ്ഞു. പൂവിട്ടപ്പോൾ തന്നെ കാലാവസ്ഥ വ്യതിയാനമാണ് കർഷകർക്ക് തിരിച്ചേ. സാധാരണ കർഷകർക്ക് നിത്യം വരുമാനം ലഭിക്കുന്ന കൃഷിയാണ് കൊക്കോ കൃഷി. ഇടവിളയായിട്ടാണ് കൂടുതൽ കർഷകരും കൃഷി ചെയ്യുന്നത്. മറ്റു കൃഷികളിൽ നിന്നും വർഷത്തിൽ ഒരു തവണയാണ് വരുമാനം ലഭിക്കുന്നത്. എന്നാൽ കൊക്കോ എല്ലാ ദിവസവും നിത്യച്ചെലവിനുള്ള കൊക്കോ നൽകുമായിരുന്നു. കഴിഞ്ഞ മെയ് പകുതിയിൽ ആരംഭിച്ച മഴ കഴിഞ്ഞ നവംബർ അവസാനം വരെ തുടർന്നു. ഈർപ്പം ആവശ്യമെങ്കിലും മഴ കൂടിയതിനാൽ പൂവിടുന്ന കൊക്കോ മരങ്ങളിൽ കായ പിടിക്കുന്നത് മഹള പിടിച്ച് കൊഴിഞ്ഞുപോയി. വർഷത്തിൽ 10 മാസത്തോളം വിളവെടുക്കാമെങ്കിലും ഉൽപാദനം കുറഞ്ഞത് കർഷകരെ ആശങ്കയിലാക്കിയിരിക്കുകയാണ്. തന്നെ ഈ വർഷം കൊക്കോ കർഷകരെ ഒത്തിരി ബാധിച്ചൊരു കാലവർഷമാണ് ഈ കഴിഞ്ഞ പോയ മഴക്കാലം. കഴിഞ്ഞ വർഷം ഈ സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എന്റെ കൃഷിയിടത്തിൽ തന്നെ എനിക്ക് 100 കിലോയ്ക്ക് മുകളിൽ ആഴ്ചയിൽ 100-200 കിലോയ്ക്കോളം മുകളോളം എനിക്ക് കിട്ടിക്കൊണ്ടിരുന്നായിരുന്നു കൊക്കോ പരിപ്പ്. ന്യായമായ വിലയും കിട്ടിയായിരുന്നു. ഈ വർഷവും ന്യായമായ വില ലഭ്യമാണ്. 300-ന് മുകളിൽ വിലയുണ്ട്. നമ്മുടെ ഈ മേഖലകളിൽ ഈ കൊക്കോ കൃഷി ചെയ്യുന്ന കർഷകർക്കെല്ലാം തന്നെയാണ് ഈ ഒരു അവസ്ഥയാണ്. കഴിഞ്ഞ വർഷം ന്യായമായ ഉൽപാദനം കിട്ടിയെങ്കിൽ ഈ വർഷം അതിൽ 1% കുറഞ്ഞു പോയിട്ടുണ്ട്. ഉൽപാദനക്കുറവ് എല്ലാ തോട്ടങ്ങളെയും കർഷകരെയും ബാധിച്ചിട്ടുണ്ട്. കൊക്കോ പൊട്ടിച്ച് പുളിപ്പിച്ച് ഉണക്കി നൽകണമെന്നാണ് കാഡ്ബറീസിന്റെ നിബന്ധന. ഇങ്ങനെ ഉണക്കിയെടുക്കുന്ന പരിപ്പിനാണ് ന്യായവില ലഭിക്കുന്നത്. അണ്ണാനും മരിപ്പട്ടയും പോലുള്ള ജീവികളുടെ ഉപദ്രവം ഒരു വശത്ത് നിൽക്കുമ്പോഴാണ് കാലാവസ്ഥയും വില്ലനായി. കാലാവസ്ഥയുടെ രൂപത്തിലും അല്ലാതെയും കർഷകർക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്ത അവസ്ഥയാണ് സംജാതമാകുന്നത്. KK ജയകുമാർ, ഇടുക്കി വിഷൻ ന്യൂസ്, ഉപ്പുതറ.